ത്വച്ചരണപങ്കജരജ ക്ഷേണപുണ്യാൽ നിർജ്ജരജന പരമവാപുരമൃതം തേ ദൃപ്തദിചിതാനതു സമശ്രമസമേത തൃപ്തഹൃദയേ ത്വേ മുകുന്ദ കിമലഭ്യം. അങ്ങയുടെ പാദ പങ്കജരേണുക്കളെ ആശ്രയിച്ച പുണ്യം കൊണ്ട് ആ ദേവന്മാർ അമൃതമാകുന്ന ഫലത്തെ പ്രാപിച്ചു. തുല്യമായ പരിശ്രമത്തോടുകൂടിയവരായ അഹങ്കാരികളായ അസുരന്മാർക്ക് അതുണ്ടായില്ല. ഹേ മുകുന്ദ, അങ്ങ് തൃപ്തനായാൽ എന്താണ് അലഭ്യമായിട്ടുള്ളത്? ഭഗവാന് ആരോടും താല്പര്യമോ വിരോധമോ ഇല്ല. അവരവരുടെ കർമ്മഫലമാണ് ഓരോരുത്തരും അനുഭവിക്കുന്നത്. അസുരന്മാർ പരിശ്രമിച്ചുവെങ്കിലും അവർ ഭഗവാനിൽ മനസ്സു സമർപ്പിച്ചില്ല. സ്വന്തം പൗരുഷം കൊണ്ട് എല്ലാം നേടാം എന്ന അഹങ്കാരം അവരെ അധപ്പതനത്തിലാക്കി. ദേവന്മാർ ശ്രീകൃഷ്ണാർപ്പിതമായ മനസ്സോട് പരിശ്രമം ചെയ്തപ്പോൾ ആ ശ്രമം സഫലമായി. അമൃതം ലഭിക്കണമെങ്കിൽ മനസ്സിൽ സാത്വിക ഭാവവും ശ്രീകൃഷ്ണ പ്രേമവും വേണം എന്നതാണ് പാലാഴി മഥന കഥയിലെ തത്വം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.